ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തായ്ലൻഡിലുള്ള സൂരത്താനി പ്രൊവിൻസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. സൂരത്താനിയിലെ ബാൻതാക്കൂൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജപ്രഭ ഡാമും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന അട്രാക്ഷൻസ്. ചിയോലാൻ ഡാം എന്നും ഇതിന് പേരുണ്ട്. 1987 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടന സമയത്ത് ഭൂമിപോൽ അതുല്യാതേജ് എന്ന രാജാവാണ് ഈ ഡാമിന് രാജപ്രഭ എന്ന പേര് നൽകിയത്. രാജപ്രഭ എന്നാൽ രാജ്യത്തിൻ്റെ വെളിച്ചം എന്നാണ് അർത്ഥം. തായ് ഭാഷയിൽ രച്ചപ്രഭ എന്നും വിളിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനം, മത്സ്യബന്ധനം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നീ ഉദ്ദേശങ്ങളോട് കൂടി ഖാവോ സോക് നാഷണൽ പാർക്കിനുള്ളിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള മനോഹരമായ ഭൂപ്രകൃതി കാരണം ഈ പ്രദേശത്തെ ഗിലിൻ തായ്ലൻഡ് എന്നാണ് വിളിക്കുന്നത്. തെക്കൻ ചൈനയിലെ വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ളൊരു പ്രദേശമാണ് ഗിലിൻ. ഈ തടാകത്തിലെ വെള്ളം പച്ച നിറത്തിലാണ് കാണുന്നത്. ഈ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയും ഈ പൂന്തോട്ടവും കൂടാതെ മറ്റു പല അട്രാക്ഷൻസും ഇവിടെയുണ്ട്. ഇവിടെയുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിന് കുളിരേകുന്നവയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ വർഷത്തിൽ 70,000-ലധികം ടൂറിസ്റ്റുകൾ എത്താറുണ്ട് എന്നാണ് കണക്ക്. തായ്ലൻഡിലെ മറ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ടൂറിസ്റ്റുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് യാതൊരു തിക്കും തിരക്കുമില്ലാതെ ഇവിടെയെല്ലാം കണ്ടാസ്വദിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. ഇത്രയും ശാന്തമായ ഒരു സ്ഥലം തായ്ലൻഡിൽ തന്നെ മറ്റൊരു സ്ഥലത്തും ഇല്ലെന്ന് തോന്നുന്നു. ഈ പൂന്തോട്ടത്തിൽ പ്രവേശിക്കുന്നതിന് പണമൊന്നും ഈടാക്കുന്നില്ലെന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. സൈക്കിൾ റൈഡിനും ബോട്ട് യാത്രക്കും മാത്രമേ പണം നൽകേണ്ടതുള്ളൂ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെയുള്ള പ്രവർത്തന സമയം. സൈക്കിൾ റൈഡിന് സമയപരിധിയൊന്നുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ സൈക്കിൾ റൈഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ തിരക്കിനിടയിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണിത്. നമുക്ക് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാം.